ഒന്നാമത്തെ കാര്യം, നിലവിൽ ഇന്ത്യ സഖ്യത്തിന് എത്ര എം പിമാരുണ്ടെന്നറിയാവോ? 116 പേരാണ് ഇന്ത്യ സഖ്യം പക്ക. എൻ ഡി എ അപ്പുറത്ത് 353 എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് 116. ഞാനിവിടെ അഭിലാഷിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഇത്രയും പ്രധാനപ്പെട്ട ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ പറയുകയാണ്. ഞാൻ വലിയ കണക്കല്ല പറയുന്നത്, ഏറ്റവും ചെറിയ കണക്ക്, എണ്ണി വേണേൽ പറയാം. പക്ഷേ അതൊക്കെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ മാർച്ച് മാസം 22-ാം തീയതി മുതൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മുഴുവൻ ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല, എണ്ണി പറഞ്ഞ് ആവർത്തിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് പറയുകയാണ്, സഖ്യകക്ഷികളും കോൺഗ്രസും കൂടി മാത്രം 120 സീറ്റ് നേടുമ്പോൾ ഞങ്ങൾ 236 കടക്കുകയാണ്. ആ 120 353 കുറയുമ്പോൾ BJP 230 താഴോട്ട് പോവുകയാണ്. വളരെ കൃത്യമാണ്, നിങ്ങളെടുത്ത് പോയിക്കോ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ ഭംഗ്യന്തരേണ ഇവിടെ സൂചിപ്പിച്ചു. ഇന്ത്യയിൽ പ്രതിപക്ഷത്ത് എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചു. കാലാകാലങ്ങളിൽ അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഒരുപക്ഷെ BJP മുന്നണിക്കോ ഒക്കെ പാർലമെൻറ്റിലെ ചില ചർച്ചകളിലും സംവാദങ്ങളിലും ഒക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ടാവും. ഈ 116 353 കൂടാതെ കുറച്ച് ആളുകളോടുണ്ട്. 81 പേരുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ. ചില ആളുകൾ രാജിവെച്ച ഒഴിവാണ്. കാരണം ഇപ്പോൾ രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ മുഖ്യമന്ത്രിയായപ്പോൾ രാജിവെച്ചു. അങ്ങനെ രാജിവെച്ച ഒഴിവുണ്ട്, മരിച്ച ഒഴിവുണ്ട്. അതവിടെ നിൽക്കട്ടെ. എങ്കിലും 81 പേര് കിടക്കുകയാണ്. BJP അല്ല, ഇന്ത്യ സഖ്യമല്ല, പ്രാദേശിക പാർട്ടികളും സ്വതന്ത്രന്മാരും അടക്കം. ഇപ്പോൾ YSRൻ്റെ മകൻ്റെ പാർട്ടി ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിക്ക് 19-18 എം പിമാരുണ്ട് ആന്ധ്രയിൽ. അതുപോലെ തന്നെ BJD നവീൻ പട്നായിക്കിൻ്റെ പാർട്ടിക്ക് ഒറീസയിൽ 12 എം പിമാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ശക്തിമാന്മാരാണ് BJP എങ്കിൽ അവരുടെ മുന്നണിയിൽ അങ്ങ് ചേർന്നാൽ പോരെ? അവരുടെ കൂടെ അങ്ങ് ചേർന്നാൽ പോരെ? എന്തിനാണ് ഈ പാവങ്ങളായ രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും പുറകെ നടക്കുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നത്? അപ്പോൾ ആ ചർച്ച ചെയ്യുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 236 240 സീറ്റിലെത്താൻ കഴിയുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുന്ന പിൻബലം കിട്ടേണ്ട ഭാഗങ്ങളിൽ നിന്ന് കിട്ടും. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, 190 പ്രതിപക്ഷത്ത് 110 സീറ്റുണ്ടെങ്കിൽ 300+ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും. ആ കക്ഷികൾ, ഇന്ത്യ സഖ്യത്തിൽപ്പെടാത്ത കക്ഷികളുടെ ടാർഗറ്റ് എന്താ? അവരുടെ സംസ്ഥാനത്തിൻ്റെയോ അവരുടെ പ്രാദേശികമായ താല്പര്യം. ഒരു പക്ഷേ അവർക്ക് ഇപ്പോൾ കോൺഗ്രസ് ഒരു പ്രധാനമന്ത്രിയെ മുന്നോട്ട് വയ്ക്കുക, ചിലപ്പോൾ അവർക്ക് മറ്റൊരു ഒപ്പീനിയൻ ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞാനതാ നേരത്തെ പറഞ്ഞത്, കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അതല്ലല്ലോ ആഗ്രഹിക്കുന്നത്. ശരി, അത് മനസ്സിലാക്കിയിരിക്കണ്ടേ? മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിയാകണമെന്ന്, കോൺഗ്രസ് പ്രസിഡന്റ് പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം ഈ പാർട്ടിയിൽ. പക്ഷേ അവരതല്ലല്ലോ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം. അവർ വെക്കുന്ന രാഷ്ട്രീയം നരേന്ദ്രമോദി മാറണം, ഫാസിസ്റ്റ് ശക്തികൾ മാറണം, അത് ഏതെങ്കിലും പ്രധാനമന്ത്രി എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് കാലയെ കൂട്ടി വളരെ കൃത്യമായി കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞില്ലേ, തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ 3 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞില്ലേ? അഭിലാഷിനോട് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പറയുന്നു, നിങ്ങൾ ഞെട്ടും പ്രധാനമന്ത്രിയുടെ പേര് പറയുമ്പോൾ. ശരി, ഓക്കെ, ഇന്ത്യ കൈയടിച്ച് സ്വീകരിക്കും. നിങ്ങൾ കുറിച്ച് വെച്ചോ. ശരി, ഞാൻ തയ്യാറാണ്. എന്തായാലും നമുക്ക് പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളത് വരട്ടെ, നമുക്ക് കാത്തിരിക്കാം.